ഇന്ന് ഞാൻ ക്യാരറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ വന്നിട്ട് പിന്നെ ക്യാരറ്റ് വെച്ചിട്ട് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകേണ്ട ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റിൻ്റെ തൊലി ഭാഗം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ചെറിയ ക്യാരറ്റാണ് കേട്ടോ എടുത്തത്. നിങ്ങൾ വലിയ ക്യാരറ്റ് അഞ്ചോ ഒന്നൊക്കെ മതിയാവും കേട്ടോ. ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് 1.5 ഗ്ലാസ് റവ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലെ ആ ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു ഗ്ലാസ് എല്ലാവരുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ഇതാ 1.5 ഗ്ലാസ് റവ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. ഈ ഒരു റവ വറക്കാത്തതാണ് കേട്ടോ ഞാൻ എടുത്തത്. വറുത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റവ എടുത്ത അതേ അളവിൽ തന്നെയാണ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു റവ കുതിർന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയം കൊണ്ട് ഇതൊന്ന് കുതിർന്ന് വരും. നല്ലോണം പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും കേട്ടോ. ഇതൊന്ന് നല്ലോണം കുതിർന്ന് തന്നെ വരണം. അപ്പോൾ ഇത് ഞാനിന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഈ ഒരു ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അധികം വലുപ്പം വേണ്ട, ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇത് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടുകയില്ല നമ്മൾ വലിയ പീസാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ടയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് മുട്ടയും ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആ സമയം കൊണ്ട് നമ്മളെ ഈ ഒരു റവ കുതിർന്ന് വരും കേട്ടോ. അപ്പം നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റും. പിന്നെ ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറവാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കൻ്റെ കുരു ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഏലക്കപ്പൊടി ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ തൊലി ഭാഗമൊക്കെ കളഞ്ഞിട്ട് കുരുവാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ, ഒട്ടും തരികൾ ഉണ്ടാവാൻ പാടില്ല. ആ ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ലോണം അടിച്ചെടുക്കുക. അപ്പോൾ അതാ ഇതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവൂ. ഇതിപ്പോൾ വെള്ളമൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് ഒന്ന് സെറ്റാക്കി വെക്കാം. ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല നെയ്യിലെ അത് എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഇതേപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. പക്ഷെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നെയ്യ് തന്നെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പി. അപ്പോൾ അതാ നമ്മൾ നേരത്തെ അടിച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇതേപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിച്ചമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം ആവിച്ചമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു മിനിറ്റ് വരെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പം മേൽഭാഗം ഒട്ടിപ്പിടിക്കുകയല്ല, ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഇത് ഈ ഒരു ആവിച്ചമ്പിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലായിട്ട് തടവി കൊടുക്കാം. നെയ്യ് തേച്ച് കൊടുക്കുന്ന സമയത്ത് മുകൾ ഭാഗം ഒട്ടിപ്പിടിക്കാൻ പാടില്ല കേട്ടോ.
നെയ്യ് എല്ലാ ഭാഗത്തും തടവി കൊടുത്തതിന് ശേഷം നമുക്ക് 1.5 തവി മാവ് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കട്ടോ. ഇതേപോലെ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തും ആയിക്കോട്ടു. എന്നിട്ട് നേരത്തെ ആവി കയറ്റിയതുപോലെ തന്നെ ആവി കയറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ അതാ വീണ്ടും ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല നെയ്യ് വീണ്ടും തേച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കട്ടോ. നെയ്യ് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തേക്കാൻ നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഒഴിച്ച പോലെ തന്നെ വീണ്ടും ഒഴിച്ച് കൊടുക്കുക. 1.5 തവി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ആവി കയറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ മാവ് കഴിയുന്നത് വരെ ഇതേപോലെ ചെയ്തെടുക്കുക. മുഴുവനായിട്ട് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആവി കയറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ നല്ലോണം വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ ഇത്രയും മതിയാവും. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും ഒട്ടി പിടിക്കുന്നില്ല കേട്ടോ. ഇതിനിപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇത് ആവിച്ചമ്പിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിന് കേട്ടോ. ഇനി ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ ഞാൻ ചൂട് തണിയാൻ നിന്നിക്കില്ല കേട്ടോ. നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ വീഡിയോക്ക് വേണ്ടി വേഗം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ അടുക്കടുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.